الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله واعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. സഹോദരങ്ങളെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് വിശ്വാസികളായി സത്യത്തിൽ സത്യം അംഗീകരിച്ചുകൊണ്ട് സത്യസന്ധരായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏത് നിമിഷത്തിലും നമ്മൾ വിശ്വസിക്കുന്ന നേരിൽ നിന്നും സത്യത്തിൽ നിന്നും വഴിതെറ്റാൻ നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് പ്രലോഭനങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ ഓരോ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വിവാഹ അതുപോലെ മറ്റു ആഘോഷ കാര്യങ്ങളിൽ നാം ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് സത്യസന്ധത പാലിക്കുക എന്ന് റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന സൂറത്തു ബനി ഇസ്രാഈലെ ആയത്ത് നമ്മൾ കേട്ടത്. അല്ലാഹുവേ, എന്നെ നീ സത്യം ഏത് വഴിയിൽ കൂടി കടന്നു വരുമോ ആ വഴിയിൽ കൂടി കടന്നു വരാനും, സത്യം ഏത് വഴിയിൽ കൂടി ഇറങ്ങിപ്പോകുന്നുണ്ടോ അവിടെയൊക്കെ ഇറങ്ങിപ്പോകാനും എനിക്ക് നീ തൗഫീക്ക് നൽകണം. അതിനുള്ള അവസരം എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ സത്യം
വേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളുടെ കാര്യത്തിലാണ്. അസ്സിദ്ഖു ഫില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയുടെ കാര്യത്തിൽ, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ. അള്ളാഹു ഏകനാണ്, എല്ലാത്തിനും പോന്നവനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, എല്ലാത്തിനും പോന്നവൻ അവൻ തന്നെയാണ്. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹ് എന്നല്ലാതെ നിങ്ങൾ പറഞ്ഞു പോകരുത്, അള്ളാഹുവാണ് ആ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നവൻ. എന്നാൽ വലിയ കാര്യങ്ങളിലും അസ്സമദ്, ആരിലേക്കും ആവശ്യമില്ലാത്ത, ആശ്രയിക്കേണ്ടതില്ലാത്ത, എന്നാൽ എല്ലാവരും ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ആശ്രയിക്കുന്ന അള്ളാഹു, അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഓരോ നമസ്കാരങ്ങളിലും നമ്മളോട് ആവർത്തിച്ച് ചെല്ലാൻ പഠിപ്പിച്ച ഖുൽ ഹുവല്ലാഹു, സൂറത്തുൽ ഇഖ്ലാസ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചൊല്ലി ശരീരത്തിൽ കയ്യിലൂതി ശരീരത്തിൽ തടവാൻ വേണ്ടി കൽപ്പിച്ച ഖുൽ ഹുവല്ലാഹ്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ മഗ്രിബ് സുബഹി നമസ്കാരങ്ങളിൽ 3 വട്ടം ചെല്ലണം, പ്രഭാതത്തിലും പ്രദോഷത്തിലും വൈകുന്നേരവും എന്ന് പഠിപ്പിച്ച ആ ഒരു സൂറത്ത് എല്ലാ ചെറിയതും വലിയതുമായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് അള്ളാഹു മാത്രമാണുള്ളത്. ലം യലിദ് വലം യൂലദ്, അവന് മക്കളോ അല്ലെങ്കിൽ അവൻ ആരുടെയും മകനോ അല്ല, ഒരു മകനല്ല അള്ളാഹു. നേരെ മറിച്ച് ഈ ലോകത്തിന്റെ ഖാലിഖാണ്, സ്രഷ്ടാവാണ്, പടച്ചതമ്പുരാനാണ് അള്ളാഹു. അവന് സന്താനങ്ങളില്ല. ബാപ്പാനോട് പറഞ്ഞിട്ട് ശരിയായിട്ടില്ലെങ്കിൽ മക്കളിൽ കൂടി, മക്കളുടെ ശുപാർശയിൽ കൂടി രക്ഷപ്പെടുത്താൻ അവന് സന്താനങ്ങളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരുമില്ല. അവന് മരണമില്ല, അവന് ജനനമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ, അവനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസത്തിലാണ് നമുക്ക് ഒന്നാമതായി സത്യസന്ധത ഉണ്ടാവേണ്ടത്. അതിന്റെ നേരെ മറുവശം എന്താണ്? സത്യം, കളവ്. അതിന്റെ മറുവശം അതാണ്. നമ്മളുടെ ജീവിതത്തിൽ കളവുണ്ടാവരുത്. കളവ് പറയുന്നില്ലെങ്കിലും കളവ് ചെയ്യരുത്. കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാതെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും കളവ് നമ്മൾ പറയാൻ പാടില്ല. ഒന്നാമതായി അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ കളവ് പറഞ്ഞുകൂടാ. ലഖദ് കഫറല്ലദീന, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലഖദ് കഫറ, കളവ് പറഞ്ഞവൻ കാഫിറായി എന്നാണ് പറഞ്ഞത്. ഏത് കളവ് പറഞ്ഞവൻ? അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറഞ്ഞവൻ. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, അല്ലാഹ് മസീഹാണ്, യേശു ക്രിസ്തുവാണ്, ഈസാ നബിയാണ്, മറിയമിന്റെ പുത്രൻ മസീഹാണ്, ഞങ്ങളുടെ അല്ലാഹ് എന്ന് പറഞ്ഞവൻ അത് വ്യാജമായിരുന്നു. അല്ലാഹു മസീഹല്ല, അല്ലാഹു റബ്ബല്ല, അല്ലാഹു പ്രവാചകനല്ല, അല്ലാഹു പ്രവാചകന്മാരിൽ ആരുമല്ല. അല്ലാഹു പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹുണ്ട്. അല്ലാഹു ഒരു മഹാനല്ല, വലിയല്ല, ശൈഖല്ല. അതുകൊണ്ട് അല്ലാഹു മാത്രമാണ്. നബിയാണ് അല്ലാഹു, മസീഹ് ഈസ ഇബ്നു മറിയമാണ് അല്ലാഹു എന്ന് പറഞ്ഞവൻ കാഫിറായി പോയി എന്നാണ് അല്ലാഹു പറഞ്ഞത്. വഖാലൽ മസീഹു, എന്നാൽ മസീഹ് പറഞ്ഞത് എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? യാ ബനി ഇസ്രായീല ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹുവാണ്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്നാണ് മസീഹ് പറഞ്ഞത്. പക്ഷേ മസീഹിന്റെ ആളുകൾ പറഞ്ഞത് ആ മസീഹിനോട് ആരാധിക്കണം എന്നാണ്. മസീഹിനെ റബ്ബാക്കി, പ്രവാചകന്മാരെ റബ്ബാക്കി. നമ്മുടെ സമൂഹം പ്രവാചകന്മാരിൽ ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യന്മാരെ റബ്ബാക്കി, അവരെ റബ്ബുൽ ആലമീനാക്കി മാറ്റുന്നു, അവരെ സൃഷ്ടാക്കളാക്കി മാറ്റുന്നു. ഇവിടെയാണ് തൗഹീദിന്റെ കാര്യത്തിൽ നമ്മളറിയാതെ അബദ്ധത്തിൽപ്പെട്ടു പോകുന്നത് സഹോദരന്മാരെ. അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? നമ്മളെന്തിനാ പള്ളിയിൽ വന്നത്? നമുക്ക് എന്തെങ്കിലും ഇവിടെ നാണ്ട് ഇറങ്ങുമ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഏതെങ്കിലും തൊഴിലിൽ പ്രമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഏതെങ്കിലും തരത്തിലെ നന്മ കിട്ടുമെന്ന് വിചാരിച്ചല്ല. പടച്ചവന്റെ അടുക്കൽ നിന്ന് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. ആ സ്വർഗം ഹറാമാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആവരുത്. സ്വർഗം ഹറാമാക്കപ്പെടുന്നവരുണ്ട്, അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരുണ്ട്, അള്ളാഹു അകറ്റി നിർത്തുന്നവരുണ്ട്. ആരാണത്?
അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകൾ. അതാണ് മയ്യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കും. വമഅ്വാഹുൻ നാർ, നരകം അവന്റെ അഭയകേന്ദ്രമായിരിക്കും. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അങ്ങനെയുള്ള അക്രമികൾക്ക് സഹായികൾ ഇവിടെയുണ്ടെങ്കിലും അവിടെ പരലോകത്ത് വരില്ല. ഒരാളും നമ്മളെ സഹായിക്കാൻ വരില്ല. അള്ളാഹു മാത്രമാണ് രക്ഷകൻ. മക്കയിലെ മുശ്രിക്കുകള് ഹജ്ജിന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2.5 നൂറ്റാണ്ട് മുമ്പ്, 25 നൂറ്റാണ്ട് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ആളുകൾ ഹജ്ജിന് വന്നിരുന്നു. ആ ഹജ്ജിന് വന്നവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ട് അള്ളാഹ് കഅബ ഉണ്ടാക്കിച്ചത്. പക്ഷെ അവർ ഹജ്ജിന് വന്നപ്പോ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കഅബയിലേക്ക് വന്നവർ അവരുടെ ആരാധ്യ പുരുഷന്മാരെ വിട്ടില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളി കേട്ട് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് മുശ്രിക്കീങ്ങളും ചൊല്ലി. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല, ആ പങ്കുകാരില്ലാത്ത ഏകനായ നിന്റെ വിളി കേട്ട് മാത്രമാണ് ഞങ്ങൾ വരുന്നത്. അവരും ചൊല്ലി, നമ്മളും അത് ചൊല്ലുന്നു. ഇത്ര കൃത്യമാണ്. രണ്ടു കൂട്ടരും സാമ്യമുണ്ട്. പക്ഷെ ഒരിടത്ത് മാറി. എന്താണത്? ഇല്ലാ ശരീകൻ ഹുവ ലക്, നിന്റേതായിട്ടുള്ള, നിന്റെ സൃഷ്ടികളായിട്ടുള്ള, നീ പടച്ചുണ്ടാക്കിയ ചില പങ്കാളികൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരോടാണ് പ്രാർത്ഥിക്കുന്നത്, അവർക്കാണ് നേർച്ച നേരുന്നത്, അവർക്കാണ് വഴിപാട് നടത്തുന്നത്, അവരാണ് ഞങ്ങളുടെ രോഗം മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അവരിൽ കൂടിയാണ് ഞങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ചിലര് ഭൂമിയിൽ ഞങ്ങൾക്കുണ്ട്, സൃഷ്ടികളായിട്ടുള്ള ആളുകൾ. അവരല്ലാത്ത വേറെ പങ്കുകാരാരുമില്ല. പിന്നെ വേറെ പങ്കുകാര് നമ്മുടെ കാര്യങ്ങൾ സഹായിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കാൻ അല്ലാഹുവല്ലാത്ത മനുഷ്യരോ മലക്കുകളോ അമ്പിയാക്കളോ ബിംബങ്ങളോ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന, അവർക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രം നമസ്കരിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ബലികർമ്മങ്ങൾ നടത്തുന്ന, അള്ളാഹുവിൽ നിന്ന് മാത്രം ശിപാർശ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന, അള്ളാഹു മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരുന്നവൻ, ദാരിദ്ര്യങ്ങൾ അകറ്റിത്തരുന്നവൻ, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നവൻ അവനാണെന്ന് വിശ്വസിക്കുന്നതിന്റെ അപ്പുറം അതൊക്കെ ചെയ്തു തരാൻ ഭൂമിയിൽ ചിലരൊക്കെ ഉണ്ട് എന്നാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, നീ ഉടമപ്പെടുത്തിയ നിന്റെ കീഴിലുള്ള ചിലരൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹു തആല അത് അംഗീകരിച്ചില്ല. അവരെ മുശ്രിക്കീകളായി തന്നെ അല്ലാഹു തആല അംഗീകരിച്ചു. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ കഴിവുകളിൽ ഒരു പങ്കുണ്ട്. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടും, അദ്ദേഹമാണ് ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരുന്നവൻ, അദ്ദേഹത്തിന് ചില ദൈവികമായ അംശമുണ്ട് എന്ന് വിശ്വസിച്ചപ്പോഴാണ് അള്ളാഹു അവരോട് പറഞ്ഞത് ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹു സ്വർഗം ഹറാമാക്കും. പിന്നെ വമഅ്വാഹുൻ നാർ, നരകം അവന്റെ കേന്ദ്രമായിരിക്കും. അപ്പൊ സഹോദരന്മാരെ, സിദ്ഖ്, സത്യസന്ധത എന്നത് ഒന്നാമതായി നമ്മുടെ വിശ്വാസത്തിൽ നമുക്കുണ്ടാവണം. പഠിച്ചവനല്ലാത്ത ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും രക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസത്തിന്റെ ഒരു ചെറിയ തുരുമ്പ് പോലും, ഒരു ചെറിയ പ്രതീക്ഷ പോലും, ഒരു ഭയപ്പാട് പോലും അവരെ കണ്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും രക്ഷ കിട്ടും, അവർ ഞങ്ങളെ സഹായിക്കും, അവർ പറഞ്ഞാൽ ഞങ്ങളെ കാര്യം ശരിയാകുമെന്ന് ഭൂമിയിൽ പഠിച്ചവനല്ലാതെ വേറെ ഒരാളെയും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ തൗഹീദ്. അത് സത്യസന്ധതയുടെ തെളിവാണ്. അത് അംഗീകരിക്കുന്നില്ല. സൃഷ്ടികൾക്ക് കഴിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, അശ്ശിർകു അഖ്ഫ ഫീ ഉമ്മത്തി അഖ്ഫ മിൻ ഫീ ഉമ്മത്തി മിൻ ദബീബിൻ നംലി അല സഫാ ഫിൽ ലൈലത്തിൽ വൽ മാ. നല്ല കൂരിരുട്ടുള്ള രാത്രിയിൽ മിനുസമുള്ള പാറപ്പുറത്ത് ഉറുമ്പ് അരിക്കുമ്പോൾ
അത്രമാത്രം രഹസ്യമായിട്ടാണ്, ഗോപ്യമായിട്ടാണ്, ആരും അറിയാത്ത, ആരുടെയും കണ്ണിൽപ്പെടാത്ത കറുത്ത ഉറുമ്പ് മിനുസമുള്ള പാറയിൽ കൂടി കൂരിലൂട്ടത്ത് നടക്കുമ്പോൾ ആരും അത് കാണില്ല, ആരും അത് കേൾക്കില്ല, അതിന്റെ കാലടി ശബ്ദം ആർക്കും അനുഭവപ്പെടില്ല. അതിനേക്കാളും ഗോപ്യമായിട്ട് ശിർക്കുകളുടെ അടുക്കലേക്ക് എന്റെ സമുദായത്തിൽ വരും. ഉറുമ്പരിക്കുന്നതിനേക്കാളും, കറുത്ത പാറപ്പുറത്ത് കൂരിലുട്ടത്ത് ഉറുമ്പരിക്കുന്നതിനേക്കാളും രഹസ്യമായി നിങ്ങളറിയാതെ ശിർക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരും. പേടിക്കേണ്ട ഒരു കാര്യമാണത്. എന്റെ സമുദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമ്മുടെ പിൽക്കാലത്ത് വരുന്ന സമുദായത്തെ അത്രമാത്രം പേടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ശിർക്ക് വരും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് പോയപ്പോൾ ഹുദൈബിയ, പഴയ മക്കാ റോട്ടിൽ കൂടി വരുന്നിടത്താണ് ഹുദൈബിയ ഉള്ളത്. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോ സഹാബിമാര് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. ചില ആളുകൾ ഓടുന്നുണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക്. അവിടെ നല്ലൊരു തണൽ വൃക്ഷമുണ്ടായിരുന്നു. തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് മത്സരിച്ച് ഓടുന്നത് കണ്ടു പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന സഹാബിമാരൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പോലെ ഓട്ടം? എന്താ മരത്തിന്റെ ഒട്ടത്തിലെ പ്രത്യേകത? തമ്പിൽ എവിടെ? ആ തമ്പിലിരുന്നു കൂടെ. ആളുകൾ പറഞ്ഞു, ആ മരത്തിനൊരു പ്രത്യേകതയുണ്ടോ ഖലീഫ? അതെന്താണ്? ആ മരത്തിന്റെ ചോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നത്. ഹുദൈബിയ സന്ധിയിൽ ഹിജ്റ 6-ാമത്തെ കൊല്ലം നബി ഇരുന്ന മരമാണ്. നബിയുടെ സഹാബിമാര് മക്കായിലെ മുശ്രിക്കുകൾ ഞങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ റസൂലേ നിങ്ങളെ കൈയൊഴിക്കുകയില്ല, ഞങ്ങൾ മരിച്ചാലും യുദ്ധത്തിന് തയ്യാറാണെന്ന് ബൈഅത്ത് ചെയ്ത ബൈഅത്തുൽ റിദ്വാൻ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിങ്ങളോട് ആ സത്യവിശ്വാസികൾ ബൈഅത്ത് ചെയ്തു, കരാർ ചെയ്തപ്പോൾ ആ കരാർ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ മരമാണ്, ഖുർആനിൽ പറഞ്ഞ മരമാണ്. ആ മരത്തിന്റെ ചുവട്ടൊന്ന് ഇരിക്കാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാകുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ നടപടിയെടുത്തു. ശക്തരായ ചെറുപ്പക്കാരായ സഹാബിമാരോട് പറഞ്ഞു, ആ മരം മുറിക്ക്. അപ്പൊ ഇത് മുറിച്ചിട്ട് ആ മരത്തിന്റെ വേരടക്കം പിഴുതെറിഞ്ഞിട്ട് കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോട്ടെ, ഉണങ്ങിപ്പോട്ടെ. കുഴി തോർക്കുന്നുണ്ട് ആളുകൾക്ക് നടക്കുന്നിടത്ത്. സഹാബിമാരോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ അഖ്ഫാ അലൈക്കും മിൻ ദബീബിൻ നംലി, ഉറുമ്പരിക്കുന്നതിനേക്കാളും ഗോപ്യമായി മെല്ലെ രഹസ്യമായി ശിർക്ക് വരും. നിങ്ങൾ ഇരിക്കും സഹാബിമാര്, നിങ്ങൾക്ക് ശിർക്ക് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ നബിയുടെ ആ ബർക്കത്ത് കൊണ്ട് ഇരിക്കായിരിക്കും. പിന്നെ വേറുള്ളവര് വന്നിട്ട് ആ ഇരിക്കും ആ മരത്തുമല്ലൊന്ന് തൊടും, പിന്നെ ഇവന്ന് അണിഞ്ഞൂട്ടി പിടിക്കും. പിന്നെയുള്ള തലമുറ മെല്ലെ മെല്ലെ ആ മരമാണ് ഞങ്ങളുടെ രക്ഷകൻ, ആ മരത്തിന്റെ അടുക്കൽ രക്ഷയുണ്ട്, അതിന്റെ തണലിൽ രക്ഷയുണ്ട്, അതിന്റെ ഇലയെടുത്താൽ ആ ഇലക്ക് പുണ്യമുണ്ട്, അതിന്റെ കൊമ്പ് കൊണ്ടുപോയി സൂക്ഷിച്ചാൽ പുണ്യമുണ്ടെന്നൊക്കെ ശിർക്ക് മെല്ലെ മെല്ലെ കയറി വരും. നിങ്ങൾ സൂക്ഷിക്കണം സഹോദരന്മാരെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅദ്നാഹു അൻ തുഹിബ്ബ അലാ ശൈഇൻ മിനൽ ജൗരി ഔ തുബ്ഗിള അലാ ശൈഇൻ മിനൽ അദൽ. ഉറുമ്പരിക്കുന്നതിനേക്കാളും മെല്ലെ ശിർക്ക് വരും. അതിന്റെ ഏറ്റവും ഇങ്ങേ അറ്റത്തെ ഏറ്റവും ലളിതമായ കുറഞ്ഞ ഡോസിലുള്ള ശിർക്ക്, അദ്നാഹു എന്ന് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ശിർക്ക്. എന്താണത്? അൻ തുഹിബ്ബ അലാ ശൈഇൻ മിനൽ ജൗർ. അള്ളാഹുവിന്റെ പ്രീതിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുക, അതാണ് ഏറ്റവും കുറഞ്ഞ ശിർക്ക്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഹറാമാണ്, നിഷിദ്ധമാണ്, അള്ളാഹ് വെറുത്തതാണ്, എന്നാലും ആയിക്കോട്ടെ, എന്നാലും നമുക്കാവാം. അൻ തുഹിബ്ബ അലാ ശൈഇൻ മിനൽ ജൗർ. അള്ളാഹുവിൻ കൽപ്പിക്കാത്ത അക്രമപരമായ ഒരു കാര്യത്തിന്, ക്രമം തെറ്റിയ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുക. ഔ തുബ്ഗിള അലാ ശൈഇൻ മിനൽ അദൽ. അല്ലാഹു തആല നിശ്ചയിച്ച നീതിപൂർവകമായ ഒരു കാര്യം, അധികം ശരിയൊക്കെ തന്നെയാണ്, നീതിയാണ്, പക്ഷെ ഇപ്പത്തെ കാലത്ത് ഒന്നും പറ്റൂല. ആ നീതി പറഞ്ഞ് അള്ളാന്റെ ഹലാൽ ഹറാമൊക്കെ നോക്കിയാൽ പറ്റൂല. നീതിയോടും ശരിയോടും നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുക, അതാണ് ഏറ്റവും വലിയ ശിർക്കിന്റെ ഏറ്റവും ചെറിയ ശിർക്ക്. അവിടുന്നാണ് ശിർക്ക് തുടങ്ങല്.
അവസാനം അത് ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്തിനൊക്കെ ഇഷ്ടപ്പെടണമോ അത് പഠിച്ചവൻ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുക, അള്ളാഹു വെറുത്തതാണെങ്കിൽ നാം വെറുക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ കൂടി നമ്മൾ ഈ ശിർക്കിന്റെയും അതുപോലെ കുഫറിന്റെയും എല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചത്. ശ്രദ്ധിക്കുക. അള്ളാഹു സത്യസന്ധന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ പറയുമ്പോൾ, പടച്ചവനോട് ചോദിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉറുമ്പിന്റെ ആ രഹസ്യമായ കാൽ വെപ്പിന്റെ പാറപ്പുറത്ത് ഉറുമ്പരിക്കുന്നതിന്റെ അത്രയും രഹസ്യമായിട്ടെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെടാത്തതിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അള്ളാഹു വെറുക്കുന്നതിനെ വെറുക്കാതിരിക്കാനും നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടോ എങ്കിൽ ഭയപ്പെടണമെന്നാണ് അള്ളാഹു പറയുന്നത്. അത് നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരുടെ ശിർക്കിൽ നിന്നും കുഫറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ശിർക്കും കുഫറും ഒരേ രൂപത്തിൽ തന്നെയാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചത്. സ്വർഗം ഹറാമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന അപകടകരമായ തെറ്റുകളിലാണ്. തെറ്റുകളുടെ ഏറ്റക്കുറവുകൾ അനുസരിച്ച് അതിന്റെ ശിക്ഷയും അള്ളാഹു നിർണയിച്ചതായിട്ട് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഏറ്റക്കുറവുകളിൽ ഏറ്റവും കൂടുതലുള്ള അപകടകരമായ തെറ്റ് ശിർക്കും കുഫറുമാണ്. എന്താണ് കുഫർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. അള്ളാഹുവിൽ നിഷേധിച്ച ആളുകൾ. അപ്പൊ നമ്മളല്ലാതെ നമുക്ക് പെട്ടെന്ന് തോന്നും അള്ളാഹുവിൽ കാഫറായ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അതൊക്കെ വേറെ കൂട്ടരാണ്, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ. അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്ന ആളുകൾ. നേര് മനസ്സിലാക്കിയതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളോട് എതിർത്ത് ജീവിച്ച് അവർ അള്ളാഹുവിന് ഒരു ഉപദ്രവവും വരുത്താനൊന്നും അവർക്ക് കഴിയൂല. അവർ ചെയ്തു എന്നല്ലാതെ പടച്ചവൻ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കുള്ള ബുദ്ധിമുട്ടെന്താ? അവർ ചെയ്ത അമലുകളെയെല്ലാം അള്ളാഹു തആല പൊളിച്ചു കളയും എന്നാണ്. അതുകൊണ്ട് കുഫറിൽ നിന്ന് എല്ലാ തരത്തിലുള്ള കുഫർ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുഫറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു മാത്രം ആരാധിച്ചാൽ പോരാ. അള്ളാഹുവിനോട് മാത്രം ദ്വാരുന്ന നമ്മളെ കാര്യം ശരിയാവില്ല. നമുക്കൊക്കെ അങ്ങനെ തോന്നും, എത്ര കാലമായി ദ്വാരക്കണ്, എത്ര ചികിത്സ ചെയ്യണ്, എന്നിട്ട് ഒന്നും നടന്നില്ലോ, ഇനി വേറെ വഴി നോക്കുക, ഇനി അവിടെ ഒന്ന് പോയി നോക്കുക, ഇവിടെ ഒന്ന് പോയി നോക്കുക, അവിടെ ഒന്ന് നേർച്ചയാക്കി നോക്കുക. ഇങ്ങനെയാണ് ശിർക്ക് വരിക, കുഫറും വരിക. അള്ളാഹുവിന്റെ ആരാധനാ കർമ്മങ്ങളിലുള്ള ശിർക്കും കുഫറും നിഷേധാത്മകമായ, അള്ളാഹുവിന്റെ കൽപ്പനയോട് നിഷേധാത്മകമായ ഒരു നിലപാട് പുലർത്തുക, അതാണ് ഇബാദത്തിലുള്ള കുഫറുണ്ട്. അഹങ്കാരം കുഫറായിട്ടാണ് അള്ളാഹു തആല പഠിപ്പിച്ചത്. അഹങ്കാരവും വിസമ്മതവും, നേര് സ്വീകരിക്കാനുള്ള വിസമ്മതം, ഞാൻ അതിന് മാത്രമല്ല എന്ന അഹങ്കാരബോധം, അത് കുഫറാണ്. ഇബ്ലീസ് കാഫിറായത് വകാന മിനൽ കാഫിരീൻ, അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വിസമ്മതിച്ചു, അഹങ്കരിച്ചു, അവൻ കാഫിറായി. കാഫിറാവാനുള്ള കാരണം അതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ കുഫർ ഇഅ്റാദ്, നല്ല കാര്യങ്ങളിൽ നിന്ന് അവഗണിച്ചു പോകാൻ. നല്ല കാര്യങ്ങൾ പഠിച്ചാൽ കണ്ടാൽ അത് ചെയ്യണമെന്നല്ല, അതിനെ നിസ്സാരമാക്കി തള്ളി അവഗണിച്ചു പോകുന്ന കുഫർ ഇഅ്റാദ്. അതുപോലെ തന്നെ കുഫർ നിഫാഖ്, ശക്ക്, സംശയത്തിന്റെ കുഫർ, അതും ശരിയാവും ഇതും ശരിയാ, രണ്ടും ശരിയാണ്, ഏതെങ്കിലും ഒന്ന് മതിയല്ലോ. ഇങ്ങനെ സംശയിക്കുന്ന കുഫറുകൾ,
കുഫർ നിഫാഖ് ബാഹ്യമായി പലപ്പോഴും നമുക്ക് തോന്നുമ്പോ അള്ളാഹുവിന്റെ മാർഗം, നമുക്ക് തോന്നുമ്പോ കുഫറിന്റെയും പിശാചിന്റെയും മാർഗം, അത് കാപട്യമാണ്. ഇങ്ങനെ സഹോദരന്മാരെ, കൂടുതൽ അള്ളാഹു ശപിച്ചത്, നമ്മളെ ഭയപ്പെടുത്തിയത്, നമ്മളെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആ അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള കദിബ്, കളവാക്കൽ, അത് വിശ്വാസത്തിലും ജീവിതത്തിലും, അതാണ് സിദ്ഖ് പാലിക്കുന്ന നമുക്ക് ഭയപ്പെടേണ്ട കാര്യം. അതാണ് നമ്മൾ അറിയാതെ കദിബ് നമ്മളിലേക്ക് വരും, എന്നാൽ സിദ്ഖ് നമ്മൾ അറിയാതെ വരില്ല. സത്യസന്ധത നമ്മൾ അറിയാതെ വരില്ല. അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ബോധപൂർവം സത്യസന്ധത സ്വീകരിക്കണമെന്ന പ്രതിജ്ഞ എടുക്കുക തന്നെ വേണം. എന്നാൽ കുഫ്റോ, അത് നമ്മൾ അറിയാതെ കൂട്ടുകാരെ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഭവം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോകുമ്പോൾ അത് കുഫറിലേക്ക് നമ്മളറിയാതെ എത്തിപ്പെടും. ഉറുമ്പരിക്കുന്ന അതിനേക്കാളും ഗോപ്യമായിട്ട് ശിർക്കും കുഫറും ഒക്കെ എത്തിപ്പെടും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ജീവിതത്തിൽ സത്യസന്ധരായി ജീവിക്കുന്നതോടൊപ്പം എല്ലാവിധ തിന്മകളുടെ, കുഫറിന്റെ, ശിർക്കിന്റെ എല്ലാ ലാഞ്ചനകളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കലാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള, പരലോകത്ത് മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മരിക്കാനുള്ള മാർഗം എന്ന് ഓർക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരന്മാർക്കും എല്ലാ ജനങ്ങൾക്കും അള്ളാഹുവിന്റെ മാർഗം മാത്രം സ്വീകരിച്ച് സത്യസന്ധരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന പലരും ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, മനോദുഃഖങ്ങളിൽ നിന്നും, കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി പാപങ്ങൾ പുറത്തു കൊടുത്ത് നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ആഴ്ച പാവങ്ങളായ ആളുകൾക്ക് നമ്മൾ സ്ഥിരം തിരിച്ചു വരുന്ന റിലീഫ് ഫണ്ടും എത്തിയിരിക്കുന്ന ദിവസമാണ്. നിങ്ങളൊക്കെ സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات آمين برحمتك يا رحمن.